പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 1 ശമൂവേൽ 18 അധ്യായം 14 ദാവീദ് തൻ്റെ എല്ലാ വഴികളിലും വിവേകത്തോടെ നടന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ദാവീദിനെ ശൗൽ സഹസ്രാധിപനാക്കി മാറ്റി, ജനത്തിന് അധികാരിയാക്കി മാറ്റി. ജനവുമായിട്ട് അവനെന്നും ഹല്ലേലൂയ പല പ്രശ്നങ്ങളെ പരിഹരിക്കേണ്ടതായി വരും. ഒരുപക്ഷെ ശൗൽ വിചാരിച്ചു കാണും, ദൈവം അവനെ ഹല്ലേലൂയ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചെന്ന്. തൻ്റെ പ്രശ്നങ്ങൾക്കകത്ത് താൻ ആയിത്തീരുമ്പോൾ തൻ്റെ ജീവിതം ഹല്ലേലൂയ ഒരു ലക്ഷ്യമില്ലാതെ പോകാൻ, ഹല്ലേലൂയ ജനം അവന് വിരോധമായി തീരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ശൗല് കണക്ക് കൂട്ടി കാണും. ശൗല് വിചാരിച്ചു കാണും, ഇവൻ ജനത്തിൻ്റെ നായകനായി ജനത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ വരുമ്പോൾ എല്ലാവരും ഇവന് എതിരായിത്തീരും. എന്നാൽ വേദപുസ്തകത്തിൽ ഹല്ലേലൂയ ഈ 14 വാക്യത്തിൽ ദൈവാത്മാവ് നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു ദൂത് അതാ. ദൈവത്തിൻ്റെ സാന്നിധ്യം തൻ്റെ അഭിഷിക്തന്മാരുടെ കൂടെ എല്ലാ കാലത്തുമുണ്ട്. ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും, ലോക അവസാനത്തോളം ഞാൻ നിന്നെ കൈവിടത്തില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല, ഞാൻ നിൻ്റെ കരം പിടിച്ച് നിന്നെ നടത്തും. ഇത് ദൈവത്തിന് തൻ്റെ മക്കളോട് പറയാനുള്ള ഏറ്റവും വലിയൊരു പ്രോമിസാണ്. ഹല്ലേലൂയ. ഇവിടെ ദൈവം ഹല്ലേലൂയ ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്നു, ദൈവസാന്നിധ്യം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ പോകുന്ന വഴിയിൽ എല്ലായിടത്തും ദൈവസാന്നിധ്യം ഉള്ളതുകൊണ്ട് വേദപുസ്തകം പറയുന്നു, ദാവീദ് തൻ്റെ എല്ലാ വഴികളിലും താൻ ചെയ്ത എല്ലാത്തിലും എല്ലാ കാര്യത്തിലും ഹല്ലേലൂയ ദൈവം കൂടെയുള്ളതുകൊണ്ട് താൻ വിവേകത്തോടെ പ്രവർത്തിച്ചു. ശൗൽ പ്രതീക്ഷിച്ചതിൽ നിന്നും വിപരീതമായി ഹല്ലേലൂയ ദാവീദിൻ്റെ ജീവിതത്തിൽ എല്ലാം ജയത്തിലും പ്രസിദ്ധിയിലും കലാശിച്ചു. താൻ തൊടുന്നതിനകത്തൊക്കെ ജയം കൊടുത്തു, പ്രസിദ്ധി കൊടുത്തു, തൻ്റെ പേര് വലുതാക്കി. തന്നെ ഒതുക്കാൻ, തന്നെ ഇല്ലായ്മ ചെയ്യാൻ ശൗലുണ്ടാക്കിയ പദ്ധതിയാണ്. ശൗല് വിചാരിച്ചു കാണും, ഇവനെ കൊണ്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല, ഇവനെ കൊണ്ട് ഹല്ലേലൂയ ഇതിനകത്തുനിന്ന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അവൻ്റെ കുറ്റം കണ്ടുപിടിക്കാൻ, ജനത്തെ അവന് വിരോധമാക്കാൻ ഒക്കെ തന്ത്രമുണ്ടാക്കിയിട്ടും ദൈവം അതിനകത്തുനിന്ന് തൻ്റെ അഭിഷിക്തനെ ജയിപ്പിച്ചു. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരന് ഇങ്ങനെ പറയുന്നത്. 33 സങ്കീർത്തനം 10 മുതലുള്ള വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, യഹോവ ജാതികളുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്നു, വംശങ്ങളുടെ നിരൂപണങ്ങളെ നിഷ്ഫലമാക്കുന്നു. യഹോവയുടെ ആലോചന ശാശ്വതമായും അവൻ്റെ ഹൃദയവിചാരങ്ങൾ തലമുറയായും ഇരിക്കുന്നു. നോക്ക്, ജാതികൾ പലതും വിചാരിച്ചു, ജാതികൾ തന്ത്രമുണ്ടാക്കി. ഹല്ലേലൂയ. 37 സങ്കീർത്തനത്തിൽ നാം ഇത് തന്നെ വായിക്കുന്നു, ദുഷ്ടൻ നീതിമാന് ദോഷം ചിന്തിക്കുന്നു, നിരൂപിക്കുന്നു, അവൻ്റെ നേരെ അവൻ പല്ലുകടിക്കുന്നു, കർത്താവ് അവനെ നോക്കി ചിരിക്കും, അവൻ്റെ ദിവസം വരുന്നു എന്ന് അവൻ കാണുന്നു. പ്രിയരെ, ശത്രു തന്ത്രമുണ്ടാക്കുമ്പോൾ ദൈവം ശത്രുവിനെ നോക്കി ചിരിക്കും. ദൈവത്തിന് ഒരു കാര്യം ഉറപ്പാ, എൻ്റെ മക്കളെ ഞാൻ മാനിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഉള്ളതുകൊണ്ട് ഏത് സാഹചര്യത്തിലും ഒരു ദൈവ പൈതലിനെ തകർക്കാൻ, ഒരു ദൈവ പൈതലിനെ ഇല്ലായ്മ ചെയ്യാൻ ശത്രുവിനെ ദൈവം അനുവദിക്കത്തില്ല. ഇവിടെ ശൗൽ രാജാവ് പല തന്ത്രങ്ങളും ഉണ്ടാക്കി. അവസാനം ഉണ്ടാക്കിയ തന്ത്രം ഇത് നന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല, ഇത് അവൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി കരുതി ചെയ്തതല്ല. അവൻ എങ്ങനെങ്കിലും ഹല്ലേലൂയ ഇത് ഹാൻഡിൽ ചെയ്യാൻ കഴിയാതെ വരണം, ഇവൻ ഇതിനകത്തൊക്കെ പരാജയപ്പെടണം, ഇവനൊരു പരാജയമായി തീരണം എന്നൊക്കെ വിചാരിച്ച് തന്ത്രമുണ്ടാക്കിയതാ. പക്ഷേ വേദപുസ്തകം പറയുന്നു, ശത്രുവിൻ്റെ എല്ലാ പ്രതീക്ഷയ്ക്കും ശത്രുവിൻ്റെ എല്ലാ കണക്കുകൂട്ടലിനും വിപരീതമായി ദൈവം ദാവീദ് രാജാവിന് ജീവിതത്തിൽ ജയം കൊടുത്തു. ഓരോ സ്റ്റെപ്പിലും ജയം കൊടുത്തു. താൻ ചെയ്യുന്നതിനകത്ത് അവന് പ്രസിദ്ധി കൊടുത്തു. അതുകൊണ്ട് ദൈവം അവനെ മാനിച്ചു. ഉൽപ്പത്തി പുസ്തകം 20 അധ്യായം 50 അധ്യായത്തിൻ്റെ 20 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ജോസേഫ് പറഞ്ഞൊരു ടെസ്റ്റിമണി, നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരേണ്ടതിന് ഹല്ലേലൂയ അതിനെ ഗുണമാക്കി തീർത്തു. പലരും ദോഷമായി വിചാരിച്ചതിനെ, പലരും വിരോധമായി ഉണ്ടാക്കിയ തന്ത്രത്തെ ദൈവം നന്മയ്ക്കാക്കി മാറ്റി. ഇന്ന് പ്രഭാതത്തിലും ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ, ജീവിതത്തിൽ ശത്രു കൊണ്ടുവരുന്ന എല്ലാ തന്ത്രത്തിലും എല്ലാ ശത്രുവിൻ്റെ ആലോചനകളിലും ദൈവം നമ്മളെ ജയത്തോടെ നടത്തും. ഹല്ലേലൂയ. ദാവീദ് രാജാവിൻ്റെ എല്ലാ വഴികളിലും താൻ വിവേകത്തോടു കൂടെ നടന്നു. താൻ എടുക്കേണ്ട ഓരോ സ്റ്റെപ്പിലും ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഹല്ലേലൂയ ദൈവ സാന്നിധ്യത്താൽ അവൻ ജയം പ്രാപിച്ചു. ഹല്ലേലൂയ. ദാവീദിന് ഇങ്ങനെ പറയാൻ പറ്റും, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്നു. പ്രിയരെ, ഇന്ന് പകൽക്കാലവും നമുക്ക് ആശ്രയിപ്പാൻ ഒരു അപ്പനുണ്ട്, നമുക്ക് ചാരുവാൻ ഒരു മാറുണ്ട്. അത് ഒരു നാളും കുറുകാത്ത കരമുള്ള ദൈവമാണ്. അവൻ
അവൻ ഒരു നാളും നമ്മെ കൈവിടത്തില്ല, നമ്മെ ഉപേക്ഷിക്കത്തില്ല, നമ്മെ തള്ളിക്കളയത്തില്ല. ഇന്ന് പ്രഭാതത്തിലും നമ്മെ താങ്ങി നടത്താൻ, നമ്മുടെ ഓരോ ചുവടുകളിലും നമ്മളെ ജയത്തോടെ നടത്താൻ നമ്മുടെ ദൈവം വിശ്വസ്തനാ. 23-ാം സങ്കീർത്തനത്തിലും ദാവീദ് രാജാവ് പറയുന്നു, ഹല്ലേലൂയ, കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. കർത്താവേ, അങ്ങ് എന്നോട് കൂടെയുണ്ടല്ലോ, അങ്ങ് എന്നോട് കൂടെയുണ്ടല്ലോ. ഇന്ന് രാവിലെയും കർത്താവ് കൂടെയുണ്ടോ? അനർത്ഥം വ്യസന കാരണമായി തീരത്തില്ല. ഇന്ന് രാവിലെയും കർത്താവ് കൂടെയുണ്ടോ? കർത്താവ് കൂടെയുണ്ടെങ്കിൽ നമ്മെ ജയോത്സവമാക്കി നടത്തും. നമ്മുടെ സൈന്യത്തിൻ്റെ മുമ്പിലായി, നമ്മുടെ ജീവിതത്തിൽ ഏത് ആവശ്യത്തിന് മുമ്പിലായി നമ്മുടെ കർത്താവിനെ നമുക്ക് മുറുകെ പിടിക്കാം, കർത്താവിങ്കിലേക്ക് ചാരാം. നിശ്ചയമായി അവൻ നമ്മുടെ എല്ലാ വഴികളിലും വിവേകത്തോടെ നടക്കാൻ നമ്മെ ബലപ്പെടുത്തും, നമ്മെ ശക്തീകരിക്കും. ശത്രുവിൻ്റെ പദ്ധതിക്ക് വിരോധമായി നമ്മെ നന്മയ്ക്കാക്കി ദൈവം നടത്തും. ഇന്ന് പകൽക്കാലവും ഈ വചനം കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ദൈവം ജയോത്സവമാക്കി നടത്തട്ടെ. കർത്താവിൻ്റെ കരം കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.